ഹലോ ഗൈസ്, ഇന്നെൻ്റെ ഫ്രണ്ട് അന്നമ്മയുടെ കല്യാണമാണ്. അന്നമ്മ എന്ന് പറഞ്ഞാൽ അല്ല. അതിനായിട്ട് ഞാൻ രാവിലെ എന്ന് പറയാൻ പറ്റില്ല, ഉച്ചയായിട്ടുണ്ട് സ്വാതിയുടെ ഫ്ലാറ്റിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ ഗ്യാങ്ങിലെ മൂന്നാമത്തെ ആളുടെ കല്യാണം കേട്ടോ അത്. ഒരാളും കൂടി വരാനുണ്ട് ഈ കല്യാണത്തിന്, പക്ഷെ ആൾക്ക് വരാൻ പറ്റിയിട്ടില്ല. അവൾ പുറത്താണ്. അവളുടെ പേരെന്താണെന്ന് വെച്ചാൽ ഫാരിസാണ് കേട്ടോ. അപ്പോൾ അത് ഞങ്ങളിങ്ങനെ സ്വാതിയുടെ അടുത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നോക്കാം എന്താ ചെയ്യണേന്ന്. യെസ്, പുള്ളിക്കാരി പറഞ്ഞ പോലെ തന്നെ നിൽക്കുന്നുണ്ട്. കുളിച്ചിട്ടില്ല, നനച്ചിട്ടില്ല. ഇതാ നോക്കൂ, അവളുടെ പൂച്ചയാണ് തുത്തി. കുറേ നേരമായി എന്നെ ഇങ്ങനെ ഷോക്ക് അടിച്ച് നോക്കിയിരിക്കണം. ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് ബസ്സിലായിരുന്നേ. അതുകൊണ്ട് തന്നെ എൻ്റെ സാരി കംപ്ലീറ്റ് കൊളായിട്ടുണ്ടായിരുന്നു. അഴിഞ്ഞു പോയില്ല എന്നുള്ളൂ, ആ അവസ്ഥയിലായിരുന്നു. ഞാനപ്പോൾ സ്വാതിനെ വിളിച്ച് പറഞ്ഞു, എൻ്റെ സാരി മൊത്തം അഴിഞ്ഞു പോയെന്നാ തോന്നണേ, എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് റെഡിയാക്കി തരാൻ. സ്വാതിനോട് പറഞ്ഞു, നീ എങ്ങനെയെങ്കിലും ഇങ്ങോട്ട് കയറി വരൂ, എല്ലാം ഞാൻ റെഡിയാക്കി തരാമെന്ന്. എൻ്റെ വിശ്വാസം തെറ്റിച്ചില്ല, അവളെല്ലാം എനിക്ക് റെഡിയാക്കി തന്നു. കല്യാണത്തിൻ്റെ ടൈം എന്ന് പറയുമ്പോൾ 12:15, പക്ഷേ ഞങ്ങളിവിടെ ഒരുങ്ങി തുടങ്ങിയപ്പോൾ തന്നെ 12:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ ഏകദേശം കല്യാണം തീരാറാകുമ്പോൾ എത്തുള്ളൂ ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു. എന്നെയും അമ്മനെയൊക്കെ ഒരുക്കി സ്വാതിയുടെ ടൈം എല്ലാം പോയിട്ടുണ്ടായിരുന്നു. പാവം, അവൾ ലാസ്റ്റാണ് ഇത് ഒരുങ്ങിയത്. അവൾക്ക് വലിയ ടൈമൊന്നും കിട്ടിയിരുന്നില്ല ഒരുങ്ങാൻ വേണ്ടി. ഇതാണ് കേട്ടോ അവസാനത്തെ ഫൈനൽ ലുക്ക്. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ട് പോയപ്പോഴാണ് ഞങ്ങൾ സത്യം മനസ്സിലാക്കിയത്, ഞങ്ങൾ ഗിഫ്റ്റ് എടുക്കാൻ പറഞ്ഞു. ഞങ്ങൾ വീണ്ടും തിരിച്ചു പോയി. വീണ്ടും കുറേ ടൈം ഞങ്ങൾ ലേറ്റ് ആയിരുന്നു. അവിടെ ചെന്നപ്പോൾ അതാ ഡേവിഡ് ചേട്ടൻ, നമ്മുടെ ഹസ്ബൻഡ് ആട്ടോ അത്, അവിടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കിയിരുന്നു. പിന്നെ അവിടെ ചേട്ടൻ്റെ കസിൻസിൻ്റെ ആണെന്ന് തോന്നുന്നു. അവിടെ കുറേ ഡാൻസും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതാ അന്നമ്മക്കും ചേട്ടനും കൂടി ടാസ്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവരതൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്തായിരുന്നു. ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. അന്നമ്മയുടെ കൂടെ കയറി ഫോട്ടോ എടുത്തു. ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ അത്യാവശ്യം ലേറ്റ് ആയിരുന്നു. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു, നേരെ ചായ കുടിക്കാൻ പോയി. ചായ കുടിയൊക്കെ കഴിഞ്ഞ് വീടെത്തിയപ്പോൾ തന്നെ ഒരു 5 മണിയൊക്കെ കഴിഞ്ഞായിരുന്നു. എനിക്ക് പിന്നെ അവിടെ നിന്ന് വരാമെന്നുള്ളത് പ്രശ്നമായിരുന്നു. 1.5 മണിക്കൂർ 2 മണിക്കൂർ മിനിമം എനിക്ക് എൻ്റെ വീട്ടിലേക്ക് എത്താൻ ടൈം വേണമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ റിട്ടേൺ എത്തിയത് റീൽസൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു, വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾ അവിടെ തൊട്ടടുത്താണ് ഹൈലൈറ്റ് മാൾ. സോ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയി. അവിടെ അത്യാവശ്യം ടൈമൊക്കെ സ്പെൻഡ് ചെയ്തു. പിന്നെ വീടെത്തിയപ്പോൾ അത്യാവശ്യം ടൈം എടുത്തായിരുന്നു. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു, കിടക്കുന്നൊന്നുമില്ല, ഒന്നും ഉറങ്ങിയേയില്ല. ഞങ്ങൾ ഫുൾ അവിടെ ചിൽ വൈബിലായിരുന്നു. ഡാൻസും പാട്ടും ഉറക്കമില്ലായ്മയും ഫുൾ അടിച്ചുപൊളി. പിറ്റേ ദിവസം രാവിലെ തന്നെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ, കാരണം എനിക്ക് ഓഫീസിൽ പോകണമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ ഇവിടെ നിന്ന് ഇറങ്ങി. സ്വാതിയാണ് എന്നെ കൊണ്ടാക്കിയത്. അങ്ങനെ അടിപൊളിയായിരുന്നു എല്ലാം കൊണ്ടും.